പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി. ഒലവക്കോട് ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചതോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുണ്ടൂരിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ബിജെപി ഒലവക്കോട് ഡിഎഫ്ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുദ്രാവാക്യം വിളികളോടെ ഡിഎഫ്ഒ ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് ഒലവക്കോട് ധോണി റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. ധോണി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെയുള്ള പ്രധാന റോഡ് ഉപരോധിച്ചത് മൂലം ഇതുവഴി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സമുണ്ടായി. മുണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും മാസങ്ങളായി കാട്ടാനശല്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുന്നില്ല എന്നതാണ് ബിജെപിയുടെ പ്രധാന ആരോപണം. 2 വർഷം മുൻപാണ് ധോണിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ശിവരാമൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മുണ്ടൂരിൽ 4 വർഷം മുമ്പ് സമാന രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഒരാഴ്ചയായി 3 കൊമ്പന്മാർ മുണ്ടൂർ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന നാട്ടുകാരുടെ ആരോപണവുമുണ്ട്. മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പക്ഷം. സംഭവത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. മലമ്പുഴ നിയോജകമണ്ഡലത്തിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് നടപടിയുണ്ടാവുന്നതുവരെ ബിജെപി സമരം തുടരുമെന്നും പ്രശാന്ത് ശിവൻ അറിയിച്ചു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ തന്നെ അവർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മുൻപിൽ തല വലിച്ചു നിൽക്കുകയാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട സംസ്ഥാന സർക്കാർ, ഇവിടുത്തെ വനം വകുപ്പ് കാര്യക്ഷമമായി അവരെ ചെയ്യേണ്ട കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്നാട്ടിലെ നിരവധി ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ ഡിവിഷണൽ ഓഫീസിന്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് ഒരു കുടുംബനാഥനെ രാവിലെ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയ സമയത്ത് ആന ചവിട്ടിക്കൊന്നത്. അന്ന് എന്താണ് സർക്കാർ പറഞ്ഞത്? ഇനി ഇവിടെ ഇത്തരത്തിലൊരു ജീവന് നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, ശാശ്വതമായ പരിഹാരം കാണണമെന്ന് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.